കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു ആനുകൂല്യം പറ്റാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നുള്ളത്. ആദ്യം പിരിച്ചുവിടപ്പെട്ട ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ EMS ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അപേക്ഷിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനവും മറ്റ് സോഷ്യൽ പ്രസ്ഥാനവും ഒക്കെ എത്രത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച രാഷ്ട്രീയ മൂവ്മെൻറ്റ്സ് ആയിരുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഈ കോൺഗ്രസിനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള വിവാദങ്ങളും വിമർശനവും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിനെ ഞങ്ങൾ കാണുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിലുള്ള ഒരു ചേരിയായിട്ടല്ല. BJP RSSനെ പ്രതിരോധിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റുള്ള സമർപ്പിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ഏവർക്കും ഒത്തുചേരാനുള്ള ഒരു വേദിയായിട്ടാണ്. അവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്നയാളാണ് നേതാവ്, ഇന്നവരും ഞങ്ങളെ നയിക്കും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും. പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം 10 മടങ്ങായി വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും പ്രതിപക്ഷ നേതാക്കന്മാരാണ്. നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ കുറേയും കൂടി മര്യാദ പുലർത്തണമെന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പഠിപ്പിച്ചത്. ഇനി വാസ്തവമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ വന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അവാസ്തവമായ കാര്യങ്ങൾ ചെറിയ പരിമിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭരണകൂടത്തിൻ്റെ സഹായമില്ലാതെ ആണ് കോൺഗ്രസ് വന്നതെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ സഹായത്തോടെയാണ് വന്നത്? 105 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നു. 1920 രൂപീകൃതമായതാണ്. എത്ര അടിച്ചമർത്തലുകൾക്ക്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അടിച്ചമർത്തലുകൾക്ക് വിധേയമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തിനേറെ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് എത്ര തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു ആനുകൂല്യം പറ്റാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നുള്ളത്. ആദ്യം പിരിച്ചുവിടപ്പെട്ട ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ EMS ഗവൺമെൻറ്റാണ്. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ഭരണപരമായും നിയമപരമായും ഏതെല്ലാം രൂപത്തിൽ അടിച്ചമർത്തലിന് വിധേയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷത്തിൻ്റെ. ഇപ്പോൾ നിങ്ങൾ ആൻഡമാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെല്ലുലാർ ജയിലിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ തടവുകാരുടെ പട്ടിക വായിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം പേര് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഭഗത് സിംഗ് എന്തായിരുന്നു മുദ്രാവാക്യം വിളിച്ചതെന്നുള്ള കാര്യം ഇവർക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തോ വ്യത്യസ്തമാണ്, കോൺഗ്രസ് മാത്രമാണ് ഭരണകൂടത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യം പറ്റാത്തത് എന്നുള്ളൊരു പ്രതീതി അദ്ദേഹം സൃഷ്ടിച്ചതും ചരിത്രത്തോടുള്ള നിഷേധമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അപേക്ഷിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനവും മറ്റ് സോഷ്യൽ പ്രസ്ഥാനവും ഒക്കെ എത്രത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച രാഷ്ട്രീയ മൂവ്മെൻറ്റ്സ് ആയിരുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം.